DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 23 തിങ്കൾ. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്: സംസ്ഥാനത്ത് വേനൽച്ചൂട് കനത്തതോടെ അൾട്രാവയലറ്റ് വികിരണത്തോത് ആശങ്കാജനകമായി ഉയരുകയാണ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറത്തുവിട്ട പുതിയ കണക്കുകൾ പ്രകാരം 8 കേന്ദ്രങ്ങളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പാലക്കാട് ജില്ലയിലെ തൃത്താലയിലാണ് ഏറ്റവും ഉയർന്ന UV സൂചിക രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ 9 UV നിരക്ക്. തൊട്ടുപിന്നിൽ കൊട്ടാരക്കര, കോന്നി, ചെങ്ങന്നൂർ, ചങ്ങനാശ്ശേരി, മൂന്നാർ, ഒല്ലൂർ, പൊന്നാനി എന്നീ സ്ഥലങ്ങളാണ്. ഇവിടെ സൂചിക 8 രേഖപ്പെടുത്തി. UV സൂചിക 8 മുതൽ 10 വരെ രേഖപ്പെടുത്തുന്ന സാഹചര്യത്തിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിക്കുക. ഇത് ശരീരത്തിന് ഹാനികരമായേക്കാവുന്ന ഉയർന്ന വികിരണത്തോതാണ്. കളമശ്ശേരി, ബേപ്പൂർ, മാനന്തവാടി, ധർമ്മടം, ഉദുമ എന്നിങ്ങനെയാണ് മറ്റിടങ്ങളിലെ UV നിരക്ക്. ഇവിടെ യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട്. രാവിലെ 11 മുതൽ 4 വരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണമെന്ന് നിർദ്ദേശമുണ്ട്. തുടർച്ചയായി വെയിലേറ്റാൽ സൂര്യതപം, ചർമ്മരോഗങ്ങൾ, കണ്ണിനസുഖങ്ങൾ എന്നിവയ്ക്ക് കാരണമാകുമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. അടുത്ത അറിയിപ്പ്: വാണിജ്യ LPG സിലിണ്ടറുകളുടെ വിഹിതം 50% ഉയർത്തിയത് ഇന്ന് പ്രാബല്യത്തിലാകും. ഇത് വ്യക്തമാക്കി പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം സെക്രട്ടറി ഡോക്ടർ നീരജ് മിത്തൽ കേരളത്തിന് കത്തയച്ചു. റെസ്റ്റോറന്റുകൾ, ധാബകൾ, ഹോട്ടലുകൾ, വ്യവസായ ക്യാന്റീനുകൾ, ഭക്ഷ്യ സംസ്കരണ യൂണിറ്റുകൾ, സമൂഹ അടുക്കളകൾ എന്നിവയ്ക്കാണ് അധിക വിഹിതത്തിൽ മുൻഗണന ലഭിക്കുക. അതിഥി തൊഴിലാളികൾക്കായി 5 കിലോയുടെ ചെറിയ സിലിണ്ടറുകൾ നൽകാനും നടപടിയുണ്ടാകും. അതേസമയം വാണിജ്യ വ്യവസായ ഉപയോക്താക്കൾ എണ്ണക്കമ്പനികളുടെ ഏജൻസികളിൽ നിർബന്ധമായും രജിസ്റ്റർ ചെയ്യണം. ഉപയോക്താക്കൾ പൈപ്പ് വഴിയുള്ള പ്രകൃതിവാതകത്തിലേക്ക് മാറാനായി അപേക്ഷ നൽകണം. വിഹിതം തുടർച്ചയായി ലഭിക്കുന്നതിന് ഇത് അത്യാവശ്യമാണെന്നും കത്തിൽ പറയുന്നു. അടുത്ത അറിയിപ്പ്: സംസ്ഥാനത്ത് സ്വർണ്ണവിലയിലെ ഇടിവ് തുടരുകയാണ്. ഇന്ന് പവൻ ഒറ്റയടിക്ക് 4360 രൂപയാണ് കുറഞ്ഞത്. 1,02,680 രൂപയാണ് പുതിയ സ്വർണ്ണവില. സ്വർണ്ണവില 1 ലക്ഷത്തിൽ താഴെ പോകുമോ എന്ന ആശങ്കയിലാണ് നിക്ഷേപകർ. 3 ആഴ്ചക്കിടെ പവന് 24,000 രൂപയാണ് കുറഞ്ഞത്. ഗ്രാമിന് ആനുപാതികമായി 545 രൂപയാണ് ഇന്ന് കുറഞ്ഞിരിക്കുന്നത്. 12,835 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. ഈ മാസം 1-ന് 1,26,920 രൂപയായിരുന്നു സ്വർണ്ണവില. ഇത് തന്നെയാണ് ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കും. അടുത്ത അറിയിപ്പ്: രാജ്യത്തെ ദേശീയപാതകളിൽ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിനായി ടോൾ ബൂത്തുകൾ നീക്കം ചെയ്ത് ഫ്രീ ഫ്ലോ തടസ്സരഹിത ടോൾ പിരിവ് സംവിധാനം നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുകയാണ്. വാഹനങ്ങൾ നിർത്താതെ തന്നെ ടോൾ ശേഖരിക്കാൻ സാധിക്കുന്ന ഈ പുതിയ രീതിയുടെ ഭാഗമായി ടോൾ നിയമങ്ങളിൽ കടുപ്പമേറിയ പരിഷ്കാരങ്ങളാണ് വരുത്തിയിരിക്കുന്നത്. ഹൈസ്പീഡ് ഫാസ്ടാഗ് റീഡറുകളും നമ്പർ പ്ലേറ്റ് തിരിച്ചറിയുന്ന ക്യാമറകളും ഉപയോഗിച്ചാണ് ടോൾ ഈടാക്കുക. പണമടക്കാതെ പോകുന്ന വാഹനങ്ങളെ കണ്ടെത്താൻ ഡിജിറ്റൽ എൻഫോഴ്സ്മെന്റ് സംവിധാനവും വാഹൻ ഡാറ്റാബേസുമായി ബന്ധിപ്പിച്ചിട്ടുള്ള നിരീക്ഷണവും കേന്ദ്രം ഉറപ്പാക്കും. ഫാസ്ടാഗിൽ ബാലൻസ് ഇല്ലാത്തത് മൂലമോ സാങ്കേതിക തകരാറുകൾ കാരണമോ ടോൾ അടയ്ക്കാതെ പോയാൽ അത് അൺപെയ്ഡ് ടോളായി കണക്കാക്കും. ഇത്തരക്കാർക്ക് മൊബൈൽ സന്ദേശമായോ ഇമെയിൽ വഴിയോ ഈ നോട്ടീസ് ലഭിക്കും. നോട്ടീസ് ലഭിച്ച് 72 മണിക്കൂറിനുള്ളിൽ കുടിശ്ശിക അടച്ചു തീർത്താൽ യഥാർത്ഥ ടോൾ തുക മാത്രം നൽകിയാൽ മതിയാകും. എന്നാൽ ഈ സമയപരിധി കഴിഞ്ഞും പണമടച്ചില്ലെങ്കിൽ ടോൾ നിരക്കിന്റെ ഇരട്ടി തുക പിഴയായി നൽകേണ്ടി വരുമെന്ന് പുതിയ നിയമം വ്യക്തമാക്കുന്നു. യാത്ര ചെയ്ത സ്ഥലം, തീയതി, വാഹനത്തിന്റെ വിവരങ്ങൾ എന്നിവയടക്കമാണ് നോട്ടീസ് അയക്കുക. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.